കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, വണ്ടൂർ. നിലമ്പൂർ ടൗണിലെ മിനി ബൈപ്പാസിന് സമീപത്ത് മാലിന്യം നിക്ഷേപിച്ച സംഭവം ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ അധികൃതർ സ്ഥലങ്ങൾ സന്ദർശിച്ചു. കർശന നടപടികൾ എടുക്കുമെന്ന് നഗരസഭാ അധികൃതർ. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് വൻതോതിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ തള്ളിയിട്ടുള്ളത്. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്ഥലങ്ങളിലും വർഷങ്ങളായി മാലിന്യങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുതള്ളുന്നുണ്ട്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങളാണ് ഇവിടങ്ങളിൽ കൊണ്ടുതള്ളുന്നത്. മാലിന്യം ഇത്തരത്തിൽ തള്ളുന്നതിനെതിരെ കടകളിൽ നോട്ടീസ് നൽകുമെന്നും ഇനി ഇത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സംവിധാനം ഒരുക്കുമെന്നും നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞു. ബന്ധപ്പെട്ട എല്ലാ കടക്കാരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കടകൾക്ക് ആദ്യം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ ഒന്നും ആയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ചെയ്യാതിരിക്കേണ്ട. ഇനി ഒന്നും കൂടി അടിയന്തരമായിട്ട് ശരിക്കും അതിൻ്റെ നിയമപരമായിട്ടുള്ള അത് പണിഷ്മെൻ്റ് ആണ് ശരിക്കും അവർക്ക് നൽകേണ്ട. അതെങ്ങനെയാണോ അതുപോലെ തന്നെ ചെയ്ത് പിന്നെ നീക്കം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും. അതേസമയം അവർക്ക് ഇനി ഇടാതിരിക്കാനുള്ള നടപടി. ഓണർ അതേപോലെ ഇതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറയോ അല്ലെങ്കിൽ അതുപോലെ തട്ടികൾ എന്തെങ്കിലും വെച്ച് മറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്ത് ഇനി അതിലേക്ക് തട്ടാതിരിക്കാനുള്ള ഏർപ്പാട് ഓണറോടും ആവശ്യപ്പെടും. ഇതാണ് നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുക. ഇത്തരം കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റൊക്കെ അത്ര പെട്ടെന്ന് നമുക്ക് ഓടിപ്പോയൊരു റോഡ് ചെയ്യണ പോലെ ചെയ്യാൻ വയ്യ. റോഡാണെങ്കിൽ പോലും നമുക്ക് സമയബന്ധിതമായി അത് പിന്നെ അവിടെ പദ്ധതി പാസ്സാക്കിയിട്ട് വേണം എന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ള ആളുകൾക്ക് DPR ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വൈകിയത്. നഗരസഭാ വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുരേഷ് പാർട്ടിപ്പാറ, മേരീസ് ഷിബു, നഗരസഭാ കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്, PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.